തിരുവനന്തപുരം വഞ്ചിയൂർ കൊലപാതകത്തിൽ പ്രതികൾ പിടിയിൽ. അയൽവാസിയായ പ്രദീപ് ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങൾ ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുന്നു. പ്രതികളിൽ ഒരാളായ വിനീതാണ് ആയുധങ്ങൾ ഒളിപ്പിച്ചത്. വിനീതിനെ പുലയനാർ കോട്ടയിൽ എത്തിച്ച് തെളിവെടുക്കുകയാണ്. കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, RSSന്റെ അടക്കം രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ള ഒരു കുടിപ്പകയുടെ കൊലപാതകം കൂടിയാണ് വഞ്ചൂരിൽ ഉണ്ടായത്. എന്തൊക്കെയാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ? എന്തൊക്കെയാണ് ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ജിംഷാദ്, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ ഈ ഒരു അരും കൊല ഉണ്ടാകുന്നത്. ഇന്നലെ നേരത്തെ തന്നെയുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഉൾപ്പെടെ RSS പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു തമ്മിലടി നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൊലപാതകം ഇന്നലെ ഉച്ചയോടുകൂടി ഉണ്ടാകുന്നത്. ഈ കൊലപാതകം നടത്തിയതിന് ശേഷം പ്രതികൾ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും പ്രദീപ്, 10 എന്ന് വിളിക്കുന്ന പ്രദീപാണ് ഇതിലെ മുഖ്യപ്രതി. പ്രദീപിനൊപ്പം വിനീത് ഉൾപ്പെടെയുള്ള മറ്റ് ആളുകളും കൂടെ ഉണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. ഇന്നലെ കൊലപാതകത്തിന് ശേഷം ഈ പ്രതികൾ ഉപയോഗിച്ച കാർ ഉൾപ്പെടെ അവർ കടന്നു കളയുകയായിരുന്നു. പിന്നീട് പുലയനാർ കോട്ടയിൽ വെച്ച് ഈ കാറും ചില ആയുധങ്ങളും 3 വെട്ടുകത്തികളും ഇന്നലെ രാത്രി 9 മണിയോടുകൂടി പോലീസ് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതികൾക്ക് വേണ്ടി വ്യാപക തെരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഒരു രാത്രി ഏറെ വൈകിയതിന് ശേഷമാണ് ഈ പ്രതികളെ ഈ കാർ ഉപേക്ഷിക്കപ്പെട്ട ഇടത്തു നിന്ന് തന്നെ ഒരു കാടിനുള്ളിൽ വെച്ച് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ രാവിലെ ഈ ആയുധങ്ങൾ ഒളിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ളത് ഈ പ്രദീപിൻ്റെ സുഹൃത്തായിട്ടുള്ള വിനീതാണ് എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിനീതിനെ നിലവിൽ ഇപ്പോൾ പുലയനാർ കോട്ടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ തെളിവെടുപ്പിനിടെ 4 വെട്ടുകത്തികൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നിലവിൽ ഇപ്പോൾ വിനീതുമായിട്ടുള്ള തെളിവെടുപ്പ് പുലയനാർ കോട്ടയിൽ പുരോഗമിക്കുകയാണ്. മറ്റ് 3 പ്രതികളും നിലവിൽ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനകത്ത് ഉണ്ട്. ഇവരെ തീർച്ചയായും, അതായത് കൂടുതൽ ആയുധങ്ങൾ കണ്ടെടുത്തുന്നു. ഈ കൊലപാതകത്തിലൂടെ പുറത്തേക്കെത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഭീകരാന്തരീക്ഷമായ ഒരു സാഹചര്യം. കാരണം ആയുധങ്ങൾ കൂടുതൽ കണ്ടെടുക്കുന്നു. കൂടുതൽ കൊള്ളസംഘത്തിൻ്റെ ഈ അക്രമ സംഘത്തിൻ്റെ കൂടുതൽ ശൃംഖലകൾ, അതിൻ്റെ ഗ്രാവിറ്റിയെ ബോധ്യമാക്കുന്ന നിരവധി ഘടകങ്ങൾ കൂടി ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ പുറത്തു തരണം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നതിന് ശേഷം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വലിയ അക്രമ സംഭവങ്ങൾ, ഗുണ്ടാ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് വലിയ പരാതി ഉയരുന്ന ഘട്ടത്തിൽ കൂടിയാണ് RSS സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിൽ ഇത്തരത്തിൽ കൊലപാതകം ഉണ്ടാകുന്നത്. മറുസംഘത്തെ തേടിയെത്തുമ്പോൾ അവരിൽ കൂടുതൽ ആയുധ ശേഖരങ്ങൾ കണ്ടെത്തുന്നത് ഒക്കെയും അത്തരമൊരു സാമൂഹിക പ്രശ്നം കൂടി ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. കമലേഷ് തെക്കേക്കാട്, പോലീസിൻ്റെ ഒരു 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 കെടുകാര്യസ്ഥത ഈ വിഷയത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ. ജിംഷാദ്, ഈ വിഷയം ഇത് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ള വിഷയമാണ്. ഇതിൽ കൊല ചെയ്യപ്പെട്ട വിശാഖും അതുപോലെ തന്നെ കൊലപ്പെടുത്തിയിട്ടുള്ള പ്രദീപ് ഉൾപ്പെടെയുള്ള എല്ലാവരും RSS പ്രവർത്തകരാണ്, സജീവ RSS പ്രവർത്തകരാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ ഇവർ തമ്മിൽ ചില കുടിപ്പകകളുടെ കഥകളുണ്ട്. അതിൽ നേരത്തെ ഈ പ്രദീപിന് വെട്ടേൽക്കുകയും പ്രദീപ് ആശുപത്രിയിലാവുകയും ഇതിൻ്റെ ഭാഗമായി വിശാഖ് ദീർഘകാലം ജയിലിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്നു തൊട്ട് ഈ വിശാഖിനെ കൊലപ്പെടുത്തണമെന്നുള്ള പ്ലാനിംഗ് പ്രദീപ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ നിലയിൽ ഒരു കൊട്ടേഷൻ സംഘം എന്നുള്ള നിലയിൽ തന്നെ നേരത്തെ പ്രവർത്തിച്ചു പോന്നിരുന്ന ആളുകളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയതിന് ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ പ്രദീപിനെതിരെ നേരത്തെ തന്നെ കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രദീപ് പ്രതിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിലൊരു ഒരു കൊട്ടേഷൻ സംഘം എന്നുള്ള നിലയിൽ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇവരെല്ലാവരും RSS പ്രവർത്തകരാണ് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രതികളെ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനു മുൻപ് കൂടുതൽ ആയുധങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് പുതിയൊരു വിവരം അവിടെ നിന്നും ലഭിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ 3 വെട്ടുകത്തികൾ ഈ കാറിനുള്ളിൽ വെച്ച് തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവർ ആ കാടുകളിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. ആ കാട്ടിനുള്ളിൽ വെച്ചാണ് ഈ പ്രതികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ ഈ വിനീതാണ് ഈ ആയുധങ്ങൾ ഒളിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ളത് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിനീതിനെയും കൊണ്ട് പുലയനാർ കോട്ടയിലേക്ക് പോലീസ് പോയിട്ടുള്ളത്. അവിടെ പരിശോധനയ്ക്കിടയിലാണ് 4
വെട്ടുകത്തികൾ കൂടി പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഈ ആയുധങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ആ ആയുധങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു, പ്രതികൾ ഉപയോഗിച്ച വാഹനം കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു, വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാനും കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇനിയിപ്പോൾ ഇതിനകത്ത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസിന് ഏറ്റവും പ്രധാനമായും കടക്കേണ്ടിയിരുന്നത്. അതും വളരെ കൃത്യമാണ് ഈ കേസിനകത്ത്. നേരത്തെ തന്നെ വിശാഖിന്റെ വെട്ടേറ്റ് പ്രദീപ് ആശുപത്രിയിൽ കഴിയുകയും വിശാഖ് ജയിലിൽ കഴിയുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു വ്യക്തിവൈരാഗ്യത്തിന്റെ സാഹചര്യം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് പോലീസിന് ഏറെ സഹായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രതിയെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. മറ്റ് പ്രതികൾ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇവരെ കൂടുതൽ പേരെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടോ അതോ ഇവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡി ആവശ്യപ്പെടുകയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇന്ന് ഒരു തീരുമാനമുണ്ടാകും. അല്പസമയത്തിനകം SHO കൂടിയായിട്ടുള്ള ഇൻസ്പെക്ടർ വഞ്ചിയൂർ ഇൻസ്പെക്ടർ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം വ്യക്തമാക്കും. അജിംഷാദ്. ശരി കമലേഷ്.